കടലിന്റെ നടുവിൽ ഒരു ദ്വീപ്, കൂട്ടിന് ഒരു വോളിബോൾ മാത്രം. ഒരു കൊറിയർ കാർഗോ പ്ലെയിൻ ചുഴലിക്കാറ്റിലകപ്പെട്ട് ഒരു കടലിൽ വീഴുന്നു. അതിൽ ആകെ ഈ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അയാൾക്ക് കുറച്ച് പാക്കറ്റ് ബാക്കി കിട്ടുന്നു. ആ പ്ലെയിനിൽ നിന്നും ആദ്യത്തെ പാക്കറ്റിൽ കുറച്ച് വീഡിയോ ടേപ്പുകളായിരുന്നു. രണ്ടാമത്തേതിൽ ഒരു ബോളും മൂന്നാമത്തേതിൽ ഐസ് സ്കേറ്റിംഗ് ഷൂസുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന വല പോലത്തെ ഒരു ഡ്രസ്സ് അയാൾ മീൻ പിടിക്കാൻ വലയായി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു പാക്കറ്റ് അയാൾ തുറക്കാതെ മാറ്റി വെക്കുന്നു. ജീവിക്കാൻ അതൊരു കാരണമാക്കി അയാൾ വെച്ചു. അയാൾ എന്നിട്ട് ആ തുണിവല കൊണ്ട് മീനുകളെ പിടിച്ചു. എന്നാൽ പച്ചമീൻ ചുവ അയാൾക്ക് തീരെ ഇഷ്ടമാകുന്നില്ല. അയാൾ തീ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ കൈ മുറിയുകയും ചോര വരികയും ചെയ്യുന്നു. ദേഷ്യം വരുന്ന അയാൾ അവിടെ എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്നു. ഒന്ന് തണുത്തപ്പോൾ അയാൾ ബോൾ സ്വന്തം ഫ്രണ്ടായി സങ്കല്പിച്ച് അതിനോട് സംസാരിച്ച് തീ വരുത്തുകയും ഭക്ഷണം ചുട്ടു കഴിക്കാനും തുടങ്ങി. 8 വർഷം കഴിഞ്ഞു. ഒറ്റപ്പെടൽ അയാളെ വല്ലാണ്ട് തളർത്തി. ഒരു ദിവസം ഒരു മെറ്റലിന്റെ ഡോർ അയാൾ കണ്ടെത്തുന്നു. അയാൾ അത് വെച്ച് ചെറിയൊരു ബോട്ട് സെറ്റപ്പ് ഉണ്ടാക്കുന്നു. നല്ലൊരു ദിവസം വന്നപ്പോൾ അയാൾ ബാക്കി വന്ന ആ പാക്കറ്റും എടുത്ത് കടലിലേക്ക് ബോട്ട് കൊണ്ട് ഇറങ്ങി. പേടിയില്ലാതെ അയാൾ തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങി. മഴവെള്ളം കുടിച്ചും മീൻ കഴിച്ചും മുന്നോട്ട് പോയി. എന്നാൽ ഒരു രാത്രി നല്ലൊരു കാറ്റ് വന്നതും അയാളുടെ ബോട്ട് തകർന്നു. തുഴയുന്നതും എല്ലാം നശിച്ചു പോയിരുന്നു. അയാൾ ജീവിക്കാനുള്ള കൊതി അവസാനിപ്പിച്ച് മരണം കാത്തുകിടന്നു. അന്നേരം ഒരു ഷിപ്പിന്റെ ഒച്ച അയാൾ കേൾക്കുകയും സർവ്വശക്തിയും വെച്ച് അയാൾ കൈപൊക്കി അവരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു. അയാളെ അവർ രക്ഷപ്പെടുത്തി. നാട്ടിലെത്തിയ അയാളെ കൂടെയുള്ളവർ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അയാളുടെ കൂടെ 8 വർഷമുണ്ടായിരുന്ന ആ കൊറിയർ ഡെലിവറി ചെയ്യാൻ അയാൾ അഡ്രസ്സ് കണ്ടെത്തി പോകുന്നു. അയാൾ ഒരു താങ്ക് യു നോട്ട് എഴുതി വെച്ച് മടങ്ങുന്നു. എന്നാൽ ആ പാക്കറ്റിനുള്ളിൽ വാട്ടർ പ്രൂഫായ ഒരു സോളാർ സാറ്റലൈറ്റ് ഫോൺ ആയിരുന്നു. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം ജീവിതം എന്നത്. രക്ഷപ്പെടാൻ വേണ്ടിയുള്ളത് അയാളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു.